അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആലു പറാത്തയാണ്. ചപ്പാത്തി മാവിനകത്ത് ഉരുളക്കിഴങ്ങ് ഫില്ല് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത്. ആലു പറാത്ത ഗീ ഒക്കെ തടവി നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ചൂടോടുകൂടി തന്നെ തവയിൽ നിന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത തൈര് എടുത്തോളൂ. ആലു പറാത്തക്ക് നല്ല തണുത്ത തൈര് നല്ല കോമ്പിനേഷനാണ്. എന്നാൽ ആലു പറാത്ത ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം. 4 വലിയ ഉരുളക്കിഴങ്ങ് കഴുകി തൊലി കളയാതെ കുക്കറിലിട്ട് വെള്ളവും ഒഴിച്ച് വേവിച്ച് പൊടിച്ചെടുത്തത്. 1.5 വലിയ സവാള ചെറുതായി മുറിച്ചത്. ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി മുറിച്ചത്, 1 കപ്പ് മല്ലിച്ചപ്പ് ചെറുതായി മുറിച്ചത്, ഗോതമ്പ് പൊടി, പശു നെയ്യ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ. ആലു പറാത്ത ഉണ്ടാക്കാൻ ആദ്യം ഗോതമ്പ് മാവിൽ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളം ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കണം. ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴക്കുമ്പോൾ മാവ് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടുന്നതായിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം മാവ് കുഴക്കാൻ. ചപ്പാത്തിക്ക് എങ്ങനെയാണോ മാവ് കുഴക്കുന്നത് അതുപോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ മാവ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് നന്നായി ഒന്നുകൂടി കുഴച്ചെടുക്കണം. ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ച് കുഴക്കുകയാണെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആലു പറാത്തക്ക് സ്റ്റഫ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാത്രത്തിൽ പുഴുങ്ങി പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക്, 1.5 വലിയ സവാള ചെറുതായി മുറിച്ചത്, ഒരു കപ്പ് മല്ലിച്ചപ്പ് ചെറുതായി മുറിച്ചത്. മല്ലിച്ചപ്പ് കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഒരു സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. മസാല ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തി മാവ് ഞാൻ ഇതുപോലെ ഉരുട്ടി ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ഒന്നുകൂടി ഉരുട്ടി കയ്യിൽ വെച്ച് ഈ ഷേപ്പിൽ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിനകത്ത് തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കവർ ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കണം. എന്നിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തുക.
എത്ര നേരിയതാക്കി പരത്താൻ പറ്റുമോ അത്രയും നേരിയതാക്കി പരത്തുക. പരത്തുമ്പോൾ പൊടി കൂടുതൽ ഇട്ട് വേണം പരത്തിയെടുക്കാൻ. പൊടി കുറഞ്ഞു പോയാൽ ചപ്പാത്തി പലക്കകത്ത് ഒട്ടിപ്പിടിക്കും. അധികം അമർത്തി പരത്താതെ സോഫ്റ്റായി പരത്താൻ നോക്കുക. ഇനി ഒരു പാനിൻ്റെ മുകളിൽ വെച്ച് 2 സൈഡിലും ഗീ തടവി മീഡിയം ഫ്ലെയിമിൽ ചപ്പാത്തി എടുക്കുന്നത് പോലെ ചുട്ടെടുക്കുക. ആലു പറാത്ത ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. പറാത്ത നല്ല ക്രിസ്പി ആക്കി എടുത്ത് നേരെ പ്ലേറ്റിൽ വെച്ച് കഴിക്കാൻ കൊടുക്കുക. കൂടെ തൈരോ മീൻ കറിയോ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. നല്ല ക്രിസ്പി ആക്കി എടുക്കണം. ഇപ്പോൾ ആലു പൊറോട്ട തയ്യാറായി. താങ്ക്സ് ഫോർ വാച്ചിങ്.